മഞ്ജു ചേച്ചിന്റെ പോലെ കംബാക്ക് എന്ന് പറയുമ്പോ മഞ്ജു ചേച്ചി മഞ്ജു ചേച്ചിയാണ്, മൈഥിലി മൈഥിലിയാണ്. അത് ഓൾമോസ്റ്റ് എല്ലാരും അങ്ങനെ തന്നെയല്ലേ. പെട്ടെന്ന് ഒത്തിരി കത്തും, പിന്നെ വാനിഷ് ആവും. അതിപ്പോ എന്റെ ഒരാളുടെ കാര്യമല്ലല്ലോ. സ്റ്റേബിൾ ആയിട്ട് നിന്ന ഒരാളുടെ പേര് പറയാമോ? നയൻതാര, ഡെഫിനറ്റ്ലി. സ്റ്റിൽ ഷീ ഈസ് അലൈവ്. പിന്നെ എന്തുകൊണ്ടാണ് മൈഥിലി എന്ന ഒരു ഷീ ഈസ് ഇൻ തമിഴ്നാടു, ഷീ ഈസ് നോട്ട് ഇൻ മലയാളം. But she is acting in both Tamil and Malayalam. But I'm proud to have her as a superstar of, Indian films. ഒരുപാട് താരോദയം ഉണ്ടാകുന്നതുകൊണ്ടാണോ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം? അങ്ങനെയല്ല. പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. വരണം, അങ്ങനെ വന്നാലല്ലേ ഉള്ളൂ അതിൻ്റെ ഒരു ഇത്. അല്ലാതെ ഇറ്റ്സ് ലൈക്ക് അതെന്തായാലും വരണം. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് വരാനുള്ളത് നമുക്ക് എന്തായാലും വരും. അതിലൊരു ഇതൊന്നുമില്ല. അപ്പം ഇനിയിപ്പം ഇഷ്ടപ്പെട്ട പ്രൊജക്ട് വരുവാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുമോ? ഡെഫിനറ്റ്ലി കണ്ടിന്യൂ ചെയ്യും. ഐ നെവർ ഗിവ് അപ്പ്. മലയാളം തന്നെയാണോ അതോ മലയാളം തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതെ. നമ്മുടെ സ്റ്റാറുജി ചേച്ചിയൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണോ? അല്ല, എനിക്കാരും അവരൊന്നും അല്ല എൻ്റെ ഇൻസ്പിറേഷൻ. പക്ഷെ എനിക്ക് എന്താ പറയുന്നത്, എനിക്ക് അങ്ങനെ ഞാൻ നീ എന്ന് പറയല്ല. പക്ഷെ ഇനി നാളെ വേറെ ഇനി പറഞ്ഞെഴുതരുത്. മഞ്ജു ചേച്ചി അടിപൊളി കേട്ടോ. മഞ്ജു ചേച്ചിന്റെ പോലെ കംബാക്ക് എന്ന് പറയുമ്പോ മഞ്ജു ചേച്ചി മഞ്ജു ചേച്ചിയാണ്, മൈഥിലി മൈഥിലിയാണ്. ഡെഫിനറ്റ്ലി ഞാനൊരു നല്ല കഥാപാത്രത്തിന് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു നല്ല കഥാപാത്രം വരണം. പിന്നെ എല്ലാം അങ്ങനെ നല്ലൊരു കഥാപാത്രം വരുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യും നല്ലൊരു കഥാപാത്രം. മലയാളത്തിൽ ഞാൻ തഴയപ്പെട്ടതായി തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. അപ്പൊ എനിക്കും തോന്നിയിട്ടുണ്ട്. എനിക്ക് അത്ര ഐ ഹാവ് കോൺഫിഡൻസ് ഇൻ മൈസെൽഫ്. അതാണ് എൻ്റെ ശക്തി. ഐ നെവർ ഗിവ് അപ്പ്. ഐ വിൽ കം ബാക്ക് വിത്ത് ഫുൾ പവർ. Okay? Best of luck. Thank you. See you.